ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശും നയനയും കൂടി ഫുഡ് കഴിക്കുന്നു. പ്രത്യേകിച്ച് നയനയെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക ആദർശ്. അപ്പോൾ ആദർശ് ഇങ്ങനെ ഒരുപാട് ഭക്ഷണം ഒത്തിരി കൊടുക്കുമ്പോഴേക്കും എനിക്ക് മതി ആദർശേട്ടാന്ന് പറഞ്ഞ് നയന ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞൊക്കെ ഇരിക്കുവാണ് ഇവർ. ആ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ നയനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നയന വേഗം തന്നെ കോൾ എടുത്തു. ഹലോ അച്ഛനാണല്ലോ എന്നും പറഞ്ഞ് എടുത്തു. ഹലോ അച്ഛാ, അതെ AN ജ്വല്ലറിയിൽ അബിയോട് ജോലിക്ക് പോകരുതെന്ന് കനക അവനോടും അവൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞതാണെന്നും പക്ഷെ അവരാരും അത് കേട്ടില്ല. നവ്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അബി ജോലിക്ക് പോകാൻ നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നയനയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലേ. അപ്പോൾ ആദർശം ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കിയിരിക്കുക. അത് സഹിക്കാൻ കഴിയാതെ നവ്യയെ വിളിച്ചിട്ട് അവിടെ അടുത്തുള്ള കടപ്പുറത്തേക്ക് വരാൻ പറഞ്ഞിരിക്കുകയാണ് കനകയെന്നും സത്യങ്ങളെല്ലാം പറയാനായിട്ടാണ് കനക പോയിരിക്കുന്നതെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ എന്ത് അബദ്ധമായി കാണിച്ചേ എന്ന് നയന എന്തായാലും ചോദിക്കുവാണ്. ഉറപ്പായിട്ടും ഇന്ന് അമ്മ അവളോടെല്ലാം പറയുമെന്നും ഗോവിന്ദേട്ടൻ നയനയോട് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇനി നവയ്ക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലെന്നൊക്കെയാണ് കനക പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അച്ചാച്ച ഫോൺ വെക്കുക, ഞാൻ എന്തായാലും അമ്മയൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്താ നയനെ കാര്യമെന്ന് ആദർശ് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ ചെയ്തത് സഹിക്കാൻ മേലാതെ അമ്മ നവ്യ ചേച്ചിയോടെ എല്ലാ കാര്യങ്ങളും പറയാൻ പോയിരിക്കുകയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് കുഴപ്പമായോ എന്ന് ചോദിച്ചു. ഞാനെന്തായാലും ഒന്ന് അമ്മയെ വിളിക്കട്ടെ ആദർശേട്ടാ, അമ്മ ആവേശത്തോടെ പോയതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്ന് ചേച്ചിയോട് എല്ലാം പറയുമെന്ന് ഉറപ്പാണെന്ന കാര്യവും പറയണം. ഞാനും അതിന് നേരത്തെ ശ്രമിച്ചതാണല്ലോ എന്നും പറയുക. ചില സാഹചര്യത്തിൽ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ വയ്യാതെ വരും ആദർശേട്ടാ എന്ന് പറയുമ്പോൾ നീ വേഗം വിളിക്കാൻ പറഞ്ഞു ആദർശ്. നയനെ വിളിച്ചു. പക്ഷേ ഫോൺ വീട്ടിലായിരുന്നു. അപ്പോൾ അത് ചെന്ന് ഗോവിന്ദേട്ടൻ എടുത്തു. അവൾ ഫോൺ മറന്നു വെച്ചിട്ടാണല്ലോ പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോൺ അങ്ങോട്ടേക്ക് എടുക്കുക കേട്ടോ. എടുത്തപ്പോഴത്തേക്കും അയ്യോ മോളെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാണ് പോയതെന്ന് അച്ഛൻ പറഞ്ഞു. എൻ്റെ ദൈവമേ ചതിച്ചോ, ഞാനിനി അമ്മ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് നയനെ ചോദിക്കാം. അവൾ ആകെ പരിസരബോധം ഇല്ലാതെ മോളെ ഇവിടുന്ന് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങോട്ട് പോയാലും കയ്യിൽ മൊബൈൽ ഉണ്ടാവുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പം അന്നേരം അച്ഛൻ വെച്ചോ, ഞങ്ങൾ അമ്മ എവിടെയാണെന്നൊന്ന് അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ അങ്ങും കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഫോൺ വീട്ടിലും മറന്നു വെച്ചിട്ടാണ് ആദർശേട്ടാ പോയത്, നമുക്ക് എങ്ങനെയെങ്കിലും അമ്മയൊന്ന് കണ്ടുപിടിക്കണമല്ലോ ആദർശേട്ടാന്ന് പറഞ്ഞ്. പിന്നെ അമ്മ എവിടേക്കാണ് പോയതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ വീടിനടുത്തുള്ള ബീച്ചിലേക്കാണെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് പറയും. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം ആദർശേട്ടാ, ഇത്രയും പെട്ടെന്ന് അമ്മയൊന്ന് കണ്ടെത്തി പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. എടി ഓട്ടോയിലോ മറ്റോ കയറി പോയതാണെങ്കിൽ ഉടനെ അവിടെ എത്തുമല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ അതാ പറഞ്ഞ് ചിന്തിച്ച് സമയം കളയാതെ വേഗം വരാൻ വാ എന്നും പറഞ്ഞ് ആദർശിനെയും കൂട്ടി നയനെ പോകുമ്പം അതെ ഡ്രസ്സൊന്ന് മാറണ്ടേന്ന് ചോദിച്ചു. അതിനൊന്നും സമയമില്ല ആദർശേട്ടാ, ഇനി ഒരു കാര്യം ചെയ്യുക, നന്ദുവിനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്തു, നന്ദുവിനെ വിളിച്ചു. അമ്മ നവ്യേച്ചിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാനായിട്ടുള്ള പോക്ക് പോയേക്കാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദു അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. ആദർശേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബീച്ചിലേക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പം അയ്യോ ഞാൻ കുറച്ച് ബിസിയാണല്ലോ ചേച്ചി, SP ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടല്ലോ ചേച്ചി എന്ന് പറയുമ്പം സാരമില്ല മോളെ, ഞങ്ങളെന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണെന്നും ഇനി അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നും പറഞ്ഞു. ഇനി എന്താവോ എന്തോ എനിക്കറിയില്ല, ശരി നന്ദു എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നയന ആദർശനോട് വിവരം പറയണം. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോരുവാണ്. ഈ സമയത്ത് നവ്യ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അമ്മയെ. അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അമ്മ അങ്ങ് വന്നപ്പോൾ കുറേ നാളായിട്ട് അമ്മയും അച്ഛനും ഒക്കെ എന്തൊക്കെ രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല പലരും പലതും ഒളിപ്പിക്കുന്നുണ്ടെന്ന് നവ്യ അമ്മയോട് പറയുന്നു. ഇന്നത്തോടെ ആ സസ്പെൻസൊക്കെ ഒന്ന് തീരുമെന്ന് നവ്യ ചോദിക്കുമ്പോൾ തീരുമെന്ന് കനക പറയണം. തീരണമെന്നും ഞാൻ അനന്തപുരിയിലെ മരുമകൾ എന്ന പേരിലല്ല അറിയപ്പെടുന്നതെന്നും അനന്തമൂർത്തിയുടെ കൊച്ചുമകൻ്റെ ഭാര്യ എന്നുള്ള അഡ്രസ്സും അല്ല എനിക്കുള്ളതെന്നും നവ്യ പറയുകയാണേ. എന്നെ ഇപ്പോൾ 4 ആൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിലെ നമ്പർ 1 ജ്വല്ലറി ആകാൻ പോകുന്ന AN ജ്വല്ലറിയുടെ മോഡലാണ് ഞാനെന്നൊക്കെ പറഞ്ഞ് നവ്യ തട്ടി വിടുക. അപ്പോൾ എന്നെ മോഡലാക്കിയതിന് ശേഷം വലിയ വിജയമാണ് AN ജ്വല്ലറിക്ക് ഉണ്ടായിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ കനയ്ക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അതിൻ്റെ നന്ദി എന്നതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അബിക്ക് അവരൊരു ജോലി കൊടുക്കാൻ തയ്യാറായതെന്നും പറഞ്ഞു. അപ്പോഴും ചിരിക്കുകയാണ് കനക. അതും ചെറിയ ജോലിയൊന്നുമല്ല, അവരിവിടെ തുടങ്ങുന്ന 2ാമത്തെ ബ്രാഞ്ചിൻ്റെ മാനേജറായിട്ടാണ് അബിയെ അവർ നിയമിക്കാൻ പോകുന്നതെന്നും പറഞ്ഞു. കൊള്ളാവല്ലോ, അവനെ മാനേജറാക്കിയ ആ ജ്വല്ലറി കുത്തനെ താഴോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അമ്മ ആരാധിക്കുന്ന ഒരു മരുമോനുണ്ടല്ലോ അമ്മയ്ക്ക്, അങ്ങേരായിരുന്നല്ല മൂർത്തി ജ്വല്ലറിയുടെ MD. എന്നിട്ട് ഇപ്പം എന്തായി? എൻ്റെ ആദർശമോനെ ചതിച്ചതേ നീ ഇപ്പോൾ ഈ പറയുന്ന ആ AN ജ്വല്ലറിക്കാർ തന്നെയാണെന്ന് പറയുമ്പോൾ പിന്നെയെന്ന് നവ്യ. ദുബായിൽ പരാജയപ്പെട്ടവരെ പിന്നെ മുംബൈയിൽ വെച്ച് അവനെ കുടുക്കി. നവ്യേ, മറ്റുള്ളവരെ വഞ്ചിച്ചിട്ട് നേടുന്നതൊന്നും നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പം എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ലെന്ന് നവ്യ. അമ്മ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞതെന്ന് പറയാനാണ് പറയുക. അമ്മ പറഞ്ഞു ഒരു കാര്യം എന്തായാലും സത്യവാ, അബി അവൻ്റെ അമ്മയും ഇപ്പം അനന്തപുരിയിലുള്ളവരെ ഭയക്കുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് അവൻ്റെ മൂത്തമ്മായി അവൻ ഭയക്കുന്നുണ്ടെന്നും അവരെ ഭയന്നിട്ട് ഇപ്പം എൻ്റെ അമ്മായിയമ്മ അനന്തപുരിയിൽ അടക്കളക്കാരിയായി മാറിയിരിക്കുകയാണെന്നും നവ്യ പറഞ്ഞു.
അഭിയും അത്യാവശ്യം വീട്ടു ജോലികളും എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്തായാലും അതിന് വ്യക്തമായൊരു കാരണം ഉണ്ടാകുമെന്ന കാര്യവും പറഞ്ഞു. അതുമാത്രമല്ല, ഏൺ ജ്വല്ലറിയിലും അഭി മാനേജറാകുന്ന കാര്യം അറിഞ്ഞപ്പോൾ അമ്മയെപ്പോലെ തന്നെ അവൻ്റെ അമ്മായും അതിനെ എതിർത്തതാണെന്നുള്ള കാര്യവും പറയുക. പിന്നെ നിങ്ങളൊക്കെ പോവണ്ട എന്ന് പറയുമ്പോൾ പോവാതിരിക്കാനും മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തത് എന്നിങ്ങനെ ചോദിച്ചു നവ്യ. ദേ ഇപ്പം അവൻ്റെ മുത്തശ്ശൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ ആ ജോലി ഏറ്റെടുക്കാനായിട്ട് പറ്റുന്നത്. അവിടെ അമ്മ അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ അമ്മായിയമ്മ എന്ന് കൈ ചൂണ്ടുമ്പോൾ അവൻ പേടിച്ച് പിന്മാറാനും മാത്രം എന്ത് കുറ്റമാണ് അവൻ ചെയ്തതെന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിച്ചു. ഞാൻ അറിയാത്ത എന്ത് രഹസ്യം അമ്മ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിക്കുമ്പോഴും കനക ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശം നയനി അവിടെ എത്തി കടപ്പുറത്തേക്ക്. ഭയങ്കര ടെൻഷനാണ് നയനയ്ക്ക് ഈ സമയത്ത്. നമ്മുടെ കനക അതറിയാവുന്ന ഞങ്ങളെപ്പോലെ തന്നെ അതിൻ്റെ കാരണം നിൻ്റെ ഭർത്താവില്ലേ അഭി, അവനും അറിയാം. അതുകൊണ്ടാണ് നിൻ്റെ ഭർത്താവ് എല്ലാവരുടെ മുന്നിൽ മോച്ചാനിച്ച് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അവരൊക്കെ പറയുന്നത് അനുസരിക്കുന്നത് അതുകൊണ്ടാണെന്ന് പറയുമ്പം ഇനി എനിക്ക് ക്ഷമയില്ല. അമ്മ എന്നോട് പറയണം, ഇത്രയൊക്കെ പറയാനും മാത്രം അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ പറയാം. പറയാൻ ഉറച്ച് തന്നെയാണ് ഞാൻ വന്നതെന്ന് കനക നവ്യയോട് പറയാം കേട്ടോ. കനക അന്നേരവും പറയുന്നില്ല, ഇങ്ങനെ ഡിലേ ഇടുവാണ്. ഈ സമയത്ത് അഭി അവിടെ കിടന്ന് ഇങ്ങനെ കാലയിൽ നിൽക്കാൻ വല്ലാത്ത രീതിയിൽ ഇരിക്കാനും വയ്യ, അതുപോലെ നിൽക്കാനും വയ്യ. അങ്ങനെ കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജലജ എടാ നിനക്ക് ഇരിക്കാനും നിൽക്കാനും വയ്യാത്ത അവസ്ഥയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, അവളെ ഒന്ന് വിളിച്ച് നോക്കടാ, എന്നിട്ട് എന്തായെന്ന് ചോദിക്കടാ എന്നൊക്കെ പറയുമ്പം അയ്യോ എനിക്ക് പേടിയാ, ഞാൻ വിളിക്കത്തില്ല, അവളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രതികരണമെന്ന് അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും അവൾ വരുന്നതിന് മുന്നേ നീ ഇവിടെ നിൽക്കണോ ഓടണോ എന്നൊക്കെ അറിയാലോടാ, അതാ ഞാൻ പറഞ്ഞതെന്ന് ജലജ പറയാം. അപ്പോൾ ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഏട്ടത്തി കനക വിളിച്ചിട്ടേ നവ്യെ പുറത്തോട്ട് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിന് ഞാനെന്താ നാട് വിട്ടു പോകണമെന്ന് ദേവയാനി അന്നേരം ചോദിച്ചു. പറഞ്ഞു കബി. അപ്പോൾ അതല്ല ഏട്ടത്തി, അതെ കനക ഇവനെ വിളിച്ചിട്ട് ആ ജോലിക്ക് കയറരുതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇവൻ്റെ മുത്തച്ഛനൊക്കെ പൊക്കോളാൻ പറഞ്ഞതുകൊണ്ട് ഇവൻ അവളുടെ ആവശ്യം അംഗീകരിച്ചില്ലായിരുന്നോ? പിന്നെ അതിൻ്റെ ദേഷ്യത്തിൽ അവൾ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനാണോ നവ്യെ വിളിപ്പിച്ചതെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് പറഞ്ഞു ദേവയാനി. അതിനിപ്പോൾ എന്താ കുഴപ്പമൊന്നും, ഞങ്ങളൊക്കെ ഇത് മനസ്സിൽ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ടേ കുറേ നാളായില്ലേ. അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റത്തില്ല അമ്മായി എന്ന് അഭി. അവൾ ചിലപ്പോൾ നിന്നെ കൊല്ലുമായിരിക്കും, അതിനപ്പുറം എന്ത് സംഭവിക്കാനാ? എന്തായാലും നിനക്കൊരു ജോലി കിട്ടരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന് ദേവയാനി പറയാം. പ്രത്യേകിച്ച് മൂർത്തി ജ്വല്ലറിയുടെ എതിരാളിയായി നിൽക്കുന്ന ഒരു ജ്വല്ലറിയിൽ നീ മാനേജറായിട്ട് ഒരിക്കലും വരാൻ പാടില്ലെന്നും എനിക്ക് ആഗ്രഹമുണ്ടെന്നും ദേവയാനി പറഞ്ഞു. ഈ വീടൊരു യുദ്ധക്കളവായിട്ട് മാറൂ എന്നുള്ള പേടിയുണ്ട് ഏട്ടത്തി എന്ന് ജലജ. അങ്ങനെ പേടിക്കേണ്ടതേ നീയും ഇവനും മാത്രമാണെന്നും ഞങ്ങളൊക്കെ എന്തിനു പേടിക്കണമെന്നും ദേവയാനി ചോദിച്ചു. അതുമാത്രമല്ല, ഇതുവരെ ഞങ്ങളോട് നവ്യ പറഞ്ഞതിനൊക്കെ അവൾ ഞങ്ങളോട് മാപ്പ് പറയേണ്ടിയും വരും. അവൾ എന്തൊക്കെയാ സംസാരിച്ചിട്ടുള്ളത്? ആദർശിനെ അവൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളതെന്നും ദേവയാനി ചോദിക്കട്ടോ. ജലജയ്ക്കൊക്കെ കേട്ടപ്പോൾ കലി. അവനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ ഞങ്ങളെ മാത്രമല്ല അവൻ്റെ മുത്തശ്ശനെയും മുത്തശ്ശിയും അവൾ തള്ളി പറഞ്ഞിട്ടില്ലേന്നും ദേവയാനി ചോദിക്കുവാണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും വരെ അവൾ തള്ളി പറഞ്ഞില്ലേന്ന് ചോദിച്ചു. ഇതിനൊന്നും ഇവർക്ക് മറുപടിയുമില്ല. അതുപോലെ ഇവനെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതിൻ്റെ പേരില നവ്യ നന്ദുവിനെ വെറുക്കുന്നത് തന്നെയെന്നും പറഞ്ഞു. അവളുടെ ബർത്ത്ഡേക്ക് പോലും അവളിവിടെ നിന്നൊന്ന് പോയില്ലല്ലോ. ഇനിയിപ്പോൾ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളിവിടെ വന്നിട്ട് എന്തായാലും അത് പറയും. ഇവനെ ലോക്കപ്പിൽ കൊണ്ടുപോയി തല്ലി ചതച്ചത് എന്തുകൊണ്ട് നന്നായിന്നേ അവൾ പറയുള്ളൂ എന്നും പറഞ്ഞു. അതിലുപരി ഏട്ടത്തി ഭയക്കുന്ന ഒരു കാര്യം കൂടി സംഭവിക്കും ഏട്ടത്തി. അവൾ ചിലപ്പോൾ അവളുടെ കുഞ്ഞിനെയും കൂടി കൊന്നിട്ട് ആത്മഹത്യ ചെയ്തെന്ന് വരുമെന്ന് ജലജ പറയുമ്പോഴത്തേക്കും ദേവയാനി ഒന്നും നടുങ്ങി. അപ്പോൾ അതുകൊണ്ടാണല്ലോ അമ്മായി ഇതുവരെ നമ്മൾ ആ സത്യങ്ങളൊന്നും പറയാതിരുന്നത് തന്നെ എന്നൊക്കെ അഭി പറഞ്ഞപ്പം മറച്ചു വയ്ക്കാൻ പറ്റുന്നത് ഒരു പരിധി വരെയേ മറച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. നയനയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ വല്ലാത്തൊരു കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത്. അവർക്ക് സത്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് ആദർശും നയനയും മാത്രമല്ല ഞങ്ങളെല്ലാവരും ഇവൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ വേദനിച്ച് കഴിയുകയാണെന്ന് അവർക്കെല്ലാം നന്നായിട്ട് തന്നെ അറിയാമെന്നും ദേവയാനി ഇവരോട് പറയും. ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ അതിലൊന്നും. അതിനിയും വളർത്തിക്കൊണ്ട് പോകുന്നത് ശരിയാവില്ല എന്ന് കരുതിയിട്ടാവാം ഇപ്പോൾ കനക നവ്യെ വിളിപ്പിച്ചത് തന്നെ. ഈ കാര്യങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ അവൾ പറയട്ടെ, എല്ലാം അറിയട്ടെ. ഇതേ നീ വരുത്തി വെച്ച പ്രശ്നമാണ് അഭി, അത് നീ തന്നെ പരിഹരിക്കാൻ ശ്രമിച്ചോളണമെന്നും ദേവയാനി താക്കീത് കൊടുത്തിട്ട് പറയണം. നവ്യയ്ക്കും കുഞ്ഞിനും ഒരു ദുരന്തം ഉണ്ടാകരുതെന്നും ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഒരു പോറൽ പോലും അവർക്ക് പറ്റാതെ നീ നോക്കിക്കൊള്ളണം. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചാലും അതിന് നീയും നിൻ്റെ മകനും മാത്രമാണ് ഉത്തരവാദികളെന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇവരെ രണ്ടുപേരെയും ശരിക്കും എടുത്തിട്ട് കുടഞ്ഞിട്ട് അവിടെ നിന്ന് പോയി.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും കേട്ടോടാ അവൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേടാ ഇവള് തന്നെ ഇതിൻ്റെ പിന്നിൽ, അതുകൊണ്ടാണ് ഇവളിങ്ങനെ പറഞ്ഞത്, ഇവളാണ് കനകയെ ഇളക്കി വിട്ടതെന്നൊക്കെ പറഞ്ഞ് ജലജ അബിക്ക് പറഞ്ഞു കൊടുക്കുക. അബി അന്നേരത്തേക്കും ഇങ്ങനെ പല്ലും കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുക. ഈ സമയത്ത് കുടുംബം തകരാതിരിക്കാൻ വേണ്ടി ആദർശനെ ആദർശ പുരുഷനാക്കാൻ വേണ്ടി അങ്ങേര് ചെയ്ത തെറ്റ് ഒരു ഘട്ടത്തിൽ അഭി ഏറ്റെടുക്കാമെന്ന് പോലും പറഞ്ഞതാണെന്ന് നവ്യ നിന്ന് പറയുന്നു. അതൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കനക അതല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവൻ പുണ്യാളനാവാനുള്ള എല്ലാ കാര്യങ്ങളും അവൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് കനക പറഞ്ഞു. എന്നാൽ സത്യങ്ങളൊന്നും അവൻ പറഞ്ഞിട്ടുമില്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല, ചന്തുമോൾ ഒരുക്കണമെന്ന് പറയുമ്പോഴേ അവൻ ഓടിപ്പോയി ഒരുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കനക ചോദിക്കുക. മോളെയും കൊണ്ട് പുറത്തു പോകണം, അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോഴേ നിന്റെ കുഞ്ഞിനെ പോലും ഒഴിവാക്കിയിട്ട് അവൻ ചന്തുമോളെയും കൊണ്ട് ഓടുന്നത് എന്തുകൊണ്ടാ? അല്ല, അതേ പറ്റിയൊന്നും നീ ഇതുവരെ ചോദിച്ചിട്ടില്ലേ? നീ പിന്നെ ചോദിക്കാതിരിക്കുന്ന ആളല്ലല്ലോ. അപ്പോഴവൻ്റെ മറുപടി എന്താ എന്ന് കനക നവ്യയോട് ചോദിക്കുമ്പം മൂർത്തി ട്രസ്റ്റിലെ ഒരു അംഗമാണവൻ, അതുകൊണ്ട് അവിടെയുള്ളവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിലേ അവനും അവൻ്റെ അമ്മയും പുറത്തു പോകുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ടെന്ന് പറഞ്ഞു നവ്യ. അതാണോ അവൻ നിനക്ക് തന്ന ഉത്തരവെന്ന് കനക നവ്യയോട് ചോദിച്ചു. അങ്ങനെയെങ്കിലേ ഇപ്പം നീ വലിയ മോഡലാണെന്നല്ലേ നീ പറയുന്നത്? നാളെ അവൻ AN ജ്വല്ലറിയുടെ മാനേജറും ആണല്ലോ. അങ്ങനെയുള്ളപ്പോൾ അനന്തപുരിക്കാരുടെ സമ്പത്ത് വേണോ അവനും അവൻ്റെ അമ്മയ്ക്കും നിനക്കുമൊക്കെ ജീവിക്കാനെന്ന് ചോദിച്ചു. അത് ഞാനും അവനോട് പലതവണ പറഞ്ഞതാ. ഈ ജോലി ഏറ്റെടുക്കണ്ടെന്ന് അവൻ്റെ മുത്തശ്ശൻ പറയുകയാണെങ്കിൽ വീട് വിട്ട് പോകാമെന്നും ഞാൻ പറഞ്ഞതാണെന്നും നവ്യ പറയണു. അന്നേരം അവൻ അങ്ങനെയൊന്നും പോവില്ല നവ്യ മോളെ. കാരണമേ ഇപ്പം നീയാണ് അവൻ്റെ ആകെയുള്ള അത്താണി, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. നീയും കൂടി എതിരായി കഴിഞ്ഞാലേ പിന്നെ അവന് ജോലിയില്ല, കൂലിയും ഉണ്ടാവില്ല. അതോടെ അവൻ ഒന്നും അല്ലാതായി തീരുമെന്നൊക്കെ പറയുമ്പോൾ അമ്മ സംസാരിച്ച് എങ്ങോട്ടൊക്കെ പോവുക, പറയേണ്ടത് പറയണമില്ല എന്ന് നവ്യ. അപ്പോൾ പറയാൻ എനിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. നിന്റെ അനിയത്തിയും ആദർശം ഉൾപ്പെടെ എല്ലാവരും നിന്നിൽ നിന്ന് സത്യങ്ങളൊക്കെ മറച്ചു വയ്ക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പലതവണ ഞാൻ അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടും ഞാനതൊക്കെ മറച്ചു വെച്ചതെന്ന് കനക വീണ്ടും പറയുന്നേ. എന്നാൽ ഇനി അതൊക്കെ ഉള്ളിലൊതുക്കി വെച്ചുകൊണ്ട് നടക്കാൻ എനിക്ക് പറ്റില്ല എന്നും കനക പറയുവാണ്. അങ്ങനെ ചെയ്താൽ എനിക്ക് നെഞ്ചുവേദന വരും, ശ്വാസം മുട്ടും. അപ്പോഴും നവ്യ അന്തം വിട്ട് നിൽക്കുവാണ്. അവൻ ഒരു ജ്വല്ലറിയിലും ജോലി ചെയ്യാൻ പാടില്ല, അത്രയ്ക്ക് ദുഷ്ടനാവനെന്നൊക്കെ പറയുമ്പം നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ. സ്നേഹിക്കുന്നവരോട് പോലും ചോര കുടിക്കാൻ മടിയില്ലാത്തവനാണെന്നും പറഞ്ഞു. അപ്പോഴും നവ്യ ഇങ്ങനെ നോക്കുന്നു. ചന്തമോൾ ആദർശിൻ്റെ കുഞ്ഞല്ല, അവൻ്റേതാ. അനഘയിൽ നിന്റെ അഭിക്കുണ്ടായ കുഞ്ഞാ ചന്തുമോളെന്ന് പറയുമ്പം നിർത്ത എന്ന് നവ്യ പറഞ്ഞ് അതങ്ങും. ഇതുപോലൊക്കെ എന്നെ അഭി അകറ്റാൻ വേണ്ടി അമ്മ ഉൾപ്പെടെയുള്ളവർ പലതും പറയുന്നു. എനിക്ക് നേരത്തെ കൂട്ടി സൂചന കിട്ടിയതാണെന്ന് നവ്യ പറഞ്ഞപ്പം ആരാടി നിനക്ക് അങ്ങനെ ഒരു സൂചന തന്നതെന്ന് കനക ചോദിച്ചു. അവനും അവൻ്റെ അമ്മയും അല്ലേ, വേറെ ആരെങ്കിലും പറഞ്ഞോടി? കാരണം ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയുന്ന രണ്ടെണ്ണത്തിനും അറിയാടിയെന്ന് കനക പറയുവാണേ. അതുകൊണ്ട് മുൻകൂറായിട്ട് നിന്നോട് അത് അവർ പറഞ്ഞതാണെന്ന കാര്യവും പറയുക കനക. പിന്നെ അവനെ മൂർത്തി ജ്വല്ലറിൽ നിന്ന് പുറത്താക്കി. അവനിപ്പോൾ അവിടെ ആരുമല്ല. അങ്ങനെയുള്ള ഒരുത്തന് ഉയർന്ന പൊസിഷനിൽ ഒരു ജോലി കിട്ടുമ്പോൾ അത് അവരെ പോലെ തന്നെ അമ്മയ്ക്ക് സഹിക്കുന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് കനക വലിയതാകുമ്പോൾ, എടി ആ കഥകളൊക്കെ ഞങ്ങളറിഞ്ഞപ്പോൾ ഞങ്ങൾ ആദർശിനോട് ഒരുപാട് ദേഷ്യമൊക്കെ കാണിച്ചതാ. അതിനുശേഷം നീ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ, തെറ്റ് ചെയ്ത മരുമോനെ ആദ്യം വെറുത്തിട്ട് പിന്നെ എന്തിനാ ഇപ്പം സ്നേഹിക്കുന്നതെന്ന്. അതൊന്നും നവ്യയ്ക്ക് പ്രശ്നമേ അല്ല. അതോടൊപ്പം നിന്റെ ഭർത്താവിനെ എന്തിനാ തള്ളി പറയുന്നതെന്ന് നീ ചോദിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ചന്തുമോളെ, നിന്റെ ഭർത്താവ് അഭിയുടെ ചോരയാണെന്ന് പറയുമ്പം ഞാനത് വിശ്വസിക്കില്ല എന്ന് നവ്യ. അഭി AN ജ്വല്ലറിയുടെ മാനേജർ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു തിരക്കഥ തയ്യാറാക്കിയതാണെന്ന് നവ്യ. അതാണ് അമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്ന് പറയുമ്പം നിന്റെ അച്ഛൻ പോലും സമ്മതിച്ചിട്ടില്ല സത്യങ്ങൾ നിന്നോട് വിളിച്ചു പറയാനെന്ന് പറയുക കനക. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പോലും. അതുകൊണ്ട് നോക്ക്, ഞാൻ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നും കനക പറയണു. അങ്ങനെ എടുത്തു കഴിഞ്ഞാലേ വിളിയോട് വിളിയായിരിക്കും. നയന മോളും എല്ലാവരും എന്നെ വിളിക്കുമെന്ന് പറയുക കനകയെ. നിന്നോടൊന്നും പറയരുത്, അതായിരുന്നു അവരുടെ എല്ലാവരുടെയും ആവശ്യം. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നവ്യമോളെ, ഒരു ദിവസം ഞാൻ നിന്നോട് സത്യങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണെന്ന് കനക പറയുക. അന്ന് ആദർശിൻ്റെ സ്ഥാനത്ത് അഭി ആയിരുന്നു എന്നെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഞാൻ നിന്നോട് ചോദിച്ചത് നീ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് നീ എന്നോട് പറഞ്ഞത് നീ ഓർക്കുന്നുണ്ടോ? നീ എന്ത് മറുപടി എന്നോട് പറഞ്ഞത്? അങ്ങനെയെങ്കിൽ അവനെയും കൊന്നിട്ട് നീയും മരിക്കുമെന്ന് പറഞ്ഞില്ലേ, അതാ അന്ന് നീ എന്നോട് പറഞ്ഞതെന്ന് കനക നവ്യോട് പറയാം. നവ്യ ഒന്നും അല്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അവൻ മരിക്കുന്നതിൽ ആർക്കും ഒരു സഹതാപവും ഇല്ല, വേദനയും ഇല്ല. പക്ഷേ മോളെ, നീ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭയമായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് മാത്രം ആരും ഒന്നും നിന്നോട് തുറന്നു പറയാതിരുന്നതെന്നൊക്കെ പറയുക. എവിടെ പോയി നീ ടെസ്റ്റ് ചെയ്താലും
ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല അഭിയാണെന്നേ പറയൂ, അതാണ് സത്യമെന്നുള്ള കാര്യം കനക പറയുമ്പോൾ നവ്യ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ ഇങ്ങനെ നിൽക്കുവാണ്. തിരുമാലകളൊക്കെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നു. എന്നാലും നവ്യക്ക് വിശ്വാസമൊന്നും വരുന്നില്ല കേട്ടോ കനക ഇത് പറഞ്ഞത്. നവ്യമോളെ, എനിക്ക് എൻ്റെ മോളെ നഷ്ടപ്പെടുന്നതിൽ നല്ല വേദനയുണ്ട്. എന്നാൽ ഒരു കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് കനക നവ്യയോട് പറയുക. ബിസിനസ് അവരുടെ തകർന്നു. ആദർശും നയനമോളും വീട് വിട്ടു പോയി. എന്നിട്ടും തൃപ്തി വരാതെ അവരെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയവരെ സഹായിക്കുകയാണോ നീ അവനും കൂടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കനക നവ്യയോട് ചോദിക്കണു. അതെനിക്കിനി സഹിക്കാൻ കഴിയില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ടാണ് കനക ഇതൊക്കെ പറഞ്ഞത്. നീ പോയിട്ടെ അബിയോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ച് നോക്ക്, അപ്പം അവൻ പറയും സത്യം എന്താണെന്നും പറഞ്ഞ് കനക നവ്യയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ വിടുക. നവ്യ അപ്പോഴും ഇങ്ങനെ സ്തംഭിച്ച് അവിടെ നിൽക്കുവാണ്. പക്ഷെ അത്രയ്ക്ക് അങ്ങ് വിശ്വസിച്ചിട്ടില്ല നവ്യ. ഇനി അവൻ പറഞ്ഞില്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് അവനെ കൊണ്ട് നടന്നതൊക്കെ ഞാൻ പറയിപ്പിക്കാം. അനഘ എന്ന പെൺകുട്ടിയെ സ്നേഹിച്ച് വഞ്ചിക്കുക മാത്രമല്ല അവൻ ചെയ്തത്. അവളുടെ നാവിൽ നിന്ന് സത്യം പുറത്തു വരാതിരിക്കേണ്ടി പലതവണ അവളെ അവൻ കൊല്ലാൻ നോക്കിയെന്നുള്ള കാര്യവും കനക നവ്യയോട് പറഞ്ഞു. ഇതൊക്കെ നവ്യ എന്തം വിട്ട കേട്ട് നിൽക്കുന്നത്. എന്നിട്ട് അതൊക്കെ ആദർശൻ തലയിലേക്ക് അവൻ വെച്ചു കൊടുക്കുക ചെയ്തതെന്നും ദേ അത്രയ്ക്ക് കണ്ണിച്ചോരയില്ലാത്തവൻ അവനെന്ന കാര്യവും കനക പറയണു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് നവ്യയെ ബോധ്യപ്പെടുത്താൻ കുറേ കനക ശ്രമിച്ചു. പക്ഷെ നവ്യ അതൊന്നും കേട്ട ഭാവം പോലും വെച്ചില്ല. ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് അങ്ങ് പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടേക്ക് നയനയും ആദർശം ഓടിയെത്തി. അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയെല്ലാം പറഞ്ഞെന്ന് അവർക്ക് മനസ്സിലായി. ചേച്ചി എന്തിയെന്ന് ചോദിക്കുമ്പം അവൾ ദേ ഇപ്പം അങ്ങ് പോയെന്ന് കനക പറയാട്ടോ. സത്യങ്ങളെല്ലാം അറിഞ്ഞ് എൻ്റെ മകള് അങ്ങ് പോയെന്ന് പറഞ്ഞു. ചന്തുമോളുടെ അച്ഛൻ അവളുടെ ഭർത്താവ് അഭിയാണെന്ന് അറിഞ്ഞ് നിന്റെ ചേച്ചി അങ്ങ് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും നയനെ അന്തം വിട്ടു, ആദർശം അന്തം വിട്ടു, എല്ലാം തൊലച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്താകും എന്നുള്ളൊരിതിൽ ഇവർക്ക് ഭയങ്കര ടെൻഷനുണ്ട്. അതേസമയം പിന്നെ നവ്യ ഇങ്ങനെ നടന്നു പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഭാര്യ വരുന്നത് കാത്തു നിൽക്കുകയാണ് അബിയും അതുപോലെ ജലജയും കൂടി. എടാ നിന്റെ എൻ ജ്വല്ലറി മാനേജർ എന്നുള്ള സ്വപ്നവും നിന്റെ ഭാവിയെല്ലാം ഇന്നത്തോടെ പൊലിയായിരിക്കും അല്ലേടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തന്നെ അമ്മ എൻ്റെയും പേടി എന്ന് പറയാ അബി. ആ കനക നിന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോഴേ നീ നേരെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് അവർ കനകയുടെയും ഗോവിന്ദയുടെയും കൈയും കാലും പിടിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. അവരെന്തൊരു സ്ത്രീയാ! ഈ വീടിനകത്തുള്ളവർ പോലും നവ്യയുടെ ഇതുവരെ സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നത് അമ്മായിയെ. അവർ നമ്മളിട്ട് അടിമപ്പണി ചെയ്യിച്ചതല്ലാതെ അവർ ആ സത്യങ്ങളൊക്കെ അവളെ ഇതുവരെ അറിയിച്ചിട്ടില്ല. പിന്നെ ഇവർക്കിത് എന്തിൻ്റെ കേടാന്നൊക്കെ അബി. അവളുണ്ടല്ലോ സ്വന്തം മക്കളെ പല തട്ടിൽ കാണുന്ന ഒരു അമ്മയാണെന്നൊക്കെ ജലജ. അതിൻ്റെയാണ് അവൾ ഈ കാണിക്കുന്നത്. നയന ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയതിന് കനക പ്രതികാരം ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്നാണ് ജലജ പറയണേ. അവൾ ഒരിക്കലും നവ്യെ നിന്നെയും സ്നേഹിക്കുന്നില്ലടാ, അതിൻ്റെയാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നവ്യ വീട്ടിലേക്ക് വരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയും അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാൻ എല്ലാവരും തരും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ടാറ്റാ.